അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ISMന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സമീൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ പണ്ഡിതന്മാരെ, എല്ലാം കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഈ നഗരത്തിലെ മാന്യ സഹോദരങ്ങളെ, കേരളീയ സമൂഹത്തെ കൊണ്ട് ശഅബാൻ മാസത്തിൻ്റെ അവസാന ദിവസം, നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസം നോമ്പെടുപ്പിച്ചതിൻ്റെ കാര്യകാരണങ്ങൾ എൻ്റെ മുമ്പ് സവിസ്തരം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോകുന്നത്, മുസ്ലിം സമൂഹത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാവുകയുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾക്കൊള്ളുന്ന പൊതുജനം സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക പരിപാടി ചാന്ദ്രമാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാസത്തിലെ 1-ാം തീയതി അത് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ കേരളത്തിലൊരു സംവാദം നടക്കുകയില്ല. ആ വിഷയത്തിൽ കേരളത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാവുകയില്ല. കാരണം ചാന്ദ്രമാസം എന്ന് ആരംഭിക്കുമെന്നുള്ളത് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ മുഴുവൻ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയലേശമന്യേ അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ ആകെക്കൂടി സംശയമുള്ളത്, ലോകത്ത് ശാസ്ത്രത്തിൻ്റെ ഉത്തുംഗതയിലാണ് തങ്ങളെന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ അഭിമാനിക്കുന്ന, ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ വിപ്ലവഗാഥകളുമായി നടക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ ഇത്രയും കണിശവും കൃത്യവുമായിട്ടുള്ള പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ സംശയമുള്ളൂ. ഞാനിവിടെ നേരത്തെ പാരായണം ചെയ്തത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൽ നിന്നുള്ളൊരു വചനമാണ്. ആ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം ഏറെക്കുറെ നേരത്തെ ബഹുമാന്യനായ സുഹൈർ മൗലവി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവിയുടെ വിഷയത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള അഭിപ്രായം കണക്ക് സ്വീകരിക്കണം എന്നതല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യം, ഈ പ്രപഞ്ചത്തിലെ കൃത്യമായ കണിശമായ ഗോളശാസ്ത്ര കണക്കുകൾ കൊണ്ട് ചന്ദ്രനെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസം കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. ഇവിടെ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കണക്കിൻ്റെ കാര്യത്തിൽ എന്താണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് എന്നുള്ളത് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയ ശേഷം ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ മാസപ്പിറവി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ചില പത്രമാധ്യമങ്ങൾ കാണിച്ച ചില ഇരട്ടത്താപ്പ് നയങ്ങളെ കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത് ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറ, സൂര്യനെ കത്തിജ്വലിക്കുന്നതും ചന്ദ്രനെ പ്രകാശമാനമാക്കിയതും പടച്ചതമ്പുരാനാണ്. വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ കണക്കും അതേപോലെ തന്നെ മാസങ്ങളുടെ എണ്ണവും അറിയുന്നതിന് വേണ്ടി പ്രത്യേകമായ ചില ഘട്ടങ്ങൾ ഈ സൂര്യചന്ദ്രന്മാർക്ക് ഏർപ്പെടുത്തി കൊടുത്തതും പടച്ചതമ്പുരാനാണ്. എന്തിനു വേണ്ടി? സൂര്യനും ചന്ദ്രനും അല്ലാഹു ചില പ്രത്യേക ഘട്ടങ്ങൾ ഏർപ്പെടുത്തി. ലിതഅലമു അദദ സിനീൻ, മാസങ്ങളുടെ എണ്ണം നിങ്ങൾ അറിയാൻ, വൽ ഹിസാബ്, കണക്കും നിങ്ങൾ പഠിക്കാൻ വേണ്ടി. മാ ഖലഖല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, ഇത് യാഥാർത്ഥ്യത്തിന്റെ വിധത്തിലല്ലാതെ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചിട്ടില്ല. യുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ, അറിയാൻ തയ്യാറാകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഈ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി? സൂര്യനെ ജ്വലിക്കുന്നതും ചന്ദ്രനെ പ്രകാശമാനമാക്കിയതുമാക്കി
പടച്ചതമ്പുരാൻ ഈ ലോകത്ത് സംവിധാനിച്ചു. നിങ്ങൾക്ക് മാസങ്ങളുടെ എണ്ണം കണക്കാക്കാൻ സാധിക്കണം. പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത് 12 മാസങ്ങളാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നു മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു എന്നുള്ളത്. ഇതേപോലെ തന്നെ ആഴ്ചകളുടെ ദിവസം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ല. ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിന്റെ തുടക്കം മുതലേ തന്നെ ഈ സംവിധാനം ലോകത്തുണ്ട്. രാവും പകലുമുണ്ട്. അവന് സമയങ്ങൾ നിർണയിക്കൽ അനിവാര്യമാണ്. ഖുർആൻ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലൂടെ വിശദീകരിക്കുന്നു. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അതിനുവേണ്ടി ഏർപ്പെടുത്തപ്പെട്ട അതിന്റെ സങ്കേതത്തിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സർവജ്ഞനായ, എല്ലാ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതാപവാനായ പടച്ച തമ്പുരാന്റെ കണക്കിൽപ്പെട്ടതാണ് കാര്യം. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ. ചന്ദ്രന് നാം ചില പ്രത്യേക ഘട്ടങ്ങൾ നിർണയിച്ചു കൊടുത്തിരിക്കുന്നു. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. പഴകിയ വളഞ്ഞ ഈത്തപ്പന തണ്ട് പോലെ, ഈത്തപ്പന പഴത്തിന്റെ കുല പോലെ അതായിത്തീരുന്നു. ലശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമർ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ സാധിക്കയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ. ഒരിക്കലും തന്നെ രാത്രിക്ക് പകലിനെയും മുൻകടക്കാൻ സാധിക്കയില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും അതാതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഗോളങ്ങളുടെ ചലനത്തിലെ ഭ്രമണ പരിക്രമണങ്ങളുടെ കൃത്യതയാണ് പടച്ചതമ്പുരാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോളശാസ്ത്ര രംഗത്ത് അറിവില്ലാതിരുന്ന ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന ആടുകളെ മേച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ പഠിപ്പിച്ചത്. വീണ്ടും ഖുർആൻ സൂറത്തു റഹ്മാനിലൂടെ വിശദീകരിക്കുന്നു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. പടച്ചതമ്പുരാൻ അവൻ കാരുണ്യവാനാണ്. അവനാണ് മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ആ നാഥനാണ്. അല്ലമഹുൽ ബയാൻ. സംസാരിക്കാൻ അഥവാ ആശയം വ്യക്തമാക്കാനുള്ള കഴിവും ആ മനുഷ്യന് നൽകിയത് പടച്ചതമ്പുരാനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും. ബിഹുസ്ബാൻ. കൃത്യമായ ഒരു കണക്കനുസരിച്ചു കൊണ്ട് സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പടച്ചതമ്പുരാന്റെ കഴിവ് കൊണ്ടാണ്. അവസാനിപ്പിക്കുന്നില്ല. 7-ാമത്തെ അധ്യായം സൂറത്തു അഅറാഫിലൂടെ വീണ്ടും അല്ലാഹു വിശദീകരിക്കുന്നു. വശംസ് വൽ ഖമർ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംരി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം തന്നെ തന്റെ കൽപ്പനക്ക് വിധേയമാക്കപ്പെട്ട നിലയിൽ കീഴ്പ്പെടുത്തപ്പെട്ടവയാണ്. എങ്ങനെയാണോ പടച്ചതമ്പുരാൻ നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് അതേ വിധത്തിൽ കൃത്യവും കണിശവുമായ നിലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഹാലിയുടെ വാൽ നക്ഷത്രം 75 വർഷത്തിൽ ഒരിക്കലാണ് ഭൂമിയോട് സമീപിക്കുന്നതെങ്കിൽ ആ കണക്ക് കൃത്യമാണ്, കണിശമാണ്. കാരണം ഇതിന്റെ മുഴുവൻ തന്നെ നിയന്താവും സംരക്ഷകനും തെറ്റുപറ്റാത്ത ലോകത്തിന്റെ നാഥനാണ്. അതുകൊണ്ട് അഫലാ യഅഖിലൂൻ അഫലാ യഅലമൂൻ അഫലാ യതദബ്ബറൂൻ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ജ്ഞാനത്തിന്റെ ഗ്രന്ഥം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഗോളശാസ്ത്ര രംഗത്ത് ഗവേഷണം നടത്തിയിട്ടില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തിന്റെ കണിശതയെ മുൻനിർത്തിക്കൊണ്ടാണ് റബ്ബിനെ മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ കൃത്യത ഉൾക്കൊണ്ടുകൊണ്ട് നാഥനെ പരിചയപ്പെടാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ലോകത്തുള്ള സകല മനുഷ്യരും ഇത് അംഗീകരിക്കുമ്പോഴും ഇവിടെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൂപ്പന്താടി പോലെയാണ്. ഇവിടെ കണ്ടു, അവിടെ കണ്ടു. കണ്ണൂർ ജില്ലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള വനപ്രദേശമായ മലയോര പ്രദേശമായ മട്ടന്നൂരിൽ കുറച്ചാളുകൾ കാണുന്നു. കാണാൻ സാധ്യതയില്ലാത്ത ദിവസം കൂട്ടായിൽ കുറച്ചാളുകൾ കൂട്ടമായിരുന്നു കാണുന്നു. ഇങ്ങനെ ലോകത്ത് ഒരാൾക്കും സംശയമില്ലാത്ത പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, ഈ പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ അവർ മാത്രം തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടുകൂടെ? കണക്കുകൊണ്ട് ശരിയാകാത്ത ദിവസവും എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൂടാ? ഇത് ചോദിക്കുന്നവർ കേരളത്തിലെ ടാവട്ടത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചു വിഭാഗം മാത്രമാണ് എന്നാണ് വിനയത്തോടുകൂടി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി കഴിഞ്ഞ വിവാദമായി തീർന്ന മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാന്യനായ സുഹൈർ മൗലവി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഗസ്റ്റ് 26 ഷഅബാൻ 1 എന്ന് പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നതാണ്.
മാധ്യമം പത്രം 27/8/2006. എന്താണ് അതിൽ കൊടുത്ത വാർത്ത? 24-ന് ചന്ദ്രപ്പിറവി കാണാത്തതിനാൽ 25-ന് റജബ് മാസം 30 പൂർത്തിയാക്കി ഷഅബാൻ 1 26 ശനിയാഴ്ചയായിരിക്കുമെന്ന് കോഴിക്കോട് മുഖ്യ ഖാളി നാലകത്ത് മുഹമ്മദ് കോയ ബാക്കവി അറിയിച്ചു. അപ്പോൾ 26-ന് ഷഅബാൻ 1 കണക്കാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 22-ാം തീയതി എത്രയാകും? ഷഅബാൻ 28 ആവുകയുള്ളൂ. ഷഅബാൻ 28 ആവുകയുള്ളൂ. അപ്പൊ ഷഅബാൻ മാസത്തിലെ 29-ാമത്തെ തീയതി, അറബി മാസം നമുക്കറിയാം ഒരിക്കലും 28 ദിവസം ഉണ്ടാകില്ല. ഷഅബാൻ മാസത്തിലെ 29-ാമത്തെ ദിവസമാണ് സമുദായത്തെ കൊണ്ട് നോമ്പ് നോൽപ്പിച്ചത്. ഇവിടെ ചില കള്ളക്കളികൾ കളിച്ചതും നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ ആഗസ്റ്റ് 25-ാം തീയതി 7 മിനിറ്റുകൾക്ക് മുമ്പ് കാസർകോട്ടും 8 മിനിറ്റ് മുമ്പ് കോഴിക്കോട്ടും 9 മിനിറ്റ് മുമ്പ് കൊച്ചിയിലും ചന്ദ്രൻ അസ്തമിച്ചു പോയതാണ്. അതുകൊണ്ടാണ് കാണുകയില്ല എന്ന് ഈ പറഞ്ഞ 27-ാം തീയതിത്തെ മാധ്യമത്തിലെ പ്രസ്താവന നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ വലിയൊരു തമാശ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കയ്യിലിരിക്കുന്നത് 31 ആഗസ്റ്റ് 2006 ആഗസ്റ്റ് 31-ാം തീയതിയിലെ ചന്ദ്രികാ ദിനപത്രമാണ്. ഫോട്ടോ കോപ്പി അല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ടാകാം. ഒറിജിനൽ കൊണ്ടുവരാൻ യാതൊരു പ്രയാസവുമില്ല, മുജാഹിദ് സെന്ററുണ്ട്, കൊണ്ട് നടക്കാനുള്ള സൗകര്യം കൊണ്ട് അതിൽ നിന്ന് പേജ് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു എന്ന് മാത്രം. 2006 ആഗസ്റ്റ് 31-ാം തീയതി ആ ദിവസത്തെ ചന്ദ്രികയിൽ ഒരു പെട്ടിക്കോളം വാർത്തയുണ്ട്. ആ ദിവസത്തെ ചന്ദ്രിക പത്രത്തിൽ ഷഅബാൻ 6 എന്നാണ് കൊടുത്തിട്ടുള്ളതും നിങ്ങൾക്ക് പരിശോധിക്കാം. 31-ാം തീയതി ആഗസ്റ്റ് 31. എന്താണ് അന്നത്തെ ചന്ദ്രികയിലെ 1-ാമത്തെ പേജിൽ ഇടതുവശത്ത് പെട്ടിക്കോളത്തിൽ വന്ന വാർത്ത? ഷഅബാൻ 1 ശനിയാഴ്ച എന്നാണ് തലക്കെട്ട്. അതിന്റെ താഴെ വന്നിരിക്കുന്നത് 2006 ആഗസ്റ്റ് 25 വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 26 ശനിയാഴ്ച ഷഅബാൻ 1 ആണെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, വയനാട് ഖാളി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. ആഗസ്റ്റ് 25 വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 26 ശനിയാഴ്ചയാണ് ഷഅബാൻ 1. ഷഅബാൻ 1 ആഗസ്റ്റ് 26 ശനിയാഴ്ച. ഇത് ആഗസ്റ്റ് 31-ാം തീയതി വന്നതാണ്. അതുകൊണ്ട് അന്നത്തെ ചന്ദ്രിക പത്രത്തിലും അന്നത്തെ ദിവസം അറബി മാസ ദിനം കാണുന്നത് ഷഅബാൻ 6 എന്നാണ്. അപ്പൊ ശനിയാഴ്ചയാണ് ആഗസ്റ്റ് 26 ശനിയാഴ്ചയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഷഅബാൻ മാസം 1. ഇത് വന്നത് 31-ാം തീയതിയാണ്, ആഗസ്റ്റ് 31-നാണ്. എന്നാൽ അധികം വൈകിയില്ല. 5-ാം തീയതി സെപ്റ്റംബർ 5-ന് വെറും 6 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ചന്ദ്രികയിൽ തന്നെ തങ്ങൾ മുമ്പ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിരുന്നു എന്നത് അറിയുക പോലും ചെയ്യാത്ത വിധത്തിൽ ഇതേ ചന്ദ്രികയിലെ 1-ാമത്തെ പേജിൽ ഇടതുവശത്ത് 2-ാമത്തെ ഒരു പെട്ടിക്കോളം വാർത്ത, തീയതി സെപ്റ്റംബർ 5-ാം തീയതി. അന്ന് ഇതേ പത്രത്തിൽ കൊടുക്കുന്നത് ഷഅബാൻ 12. എന്താണ് അതിന്റെ തലക്കെട്ട്? ഷഅബാൻ 1 വെള്ളിയാഴ്ച. 6 ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പത്രത്തിൽ 1-ാമത്തെ പേജിൽ വന്നത് ഷഅബാൻ 1 ശനിയാഴ്ച. 6 ദിവസം കഴിഞ്ഞിട്ട് ഇതേ പത്രത്തിൽ വരുന്നു ഷഅബാൻ 1 വെള്ളിയാഴ്ച. വാർത്ത നോക്കൂ. പാണക്കാട് ആഗസ്റ്റ് 24-ന് മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 25-ന് വെള്ളിയാഴ്ച ഷഅബാൻ 1 ഉറപ്പിച്ചതായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, വയനാട് ഖാളി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. 6 ദിവസം കഴിഞ്ഞിട്ടാണ് 6-ാം തീയതി, ഷഅബാൻ 6-ാം തീയതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശനിയാഴ്ചയാണ് ഷഅബാൻ മാസം തുടങ്ങുന്നത് വന്നത്. അവിടെ നിന്ന് 6 ദിവസം കഴിഞ്ഞിട്ടാണ് തലേ ദിവസം വെള്ളിയാഴ്ച ഷഅബാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞത്. എവിടുന്ന് കിട്ടി സഹോദരങ്ങൾ ഈ പുതിയ വാർത്ത? മാസപ്പിറവി കണ്ടിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് ഒരു പത്രവാർത്ത വന്നു. ആ വാർത്ത ഞങ്ങൾ പണ്ട് കൊടുത്തിരുന്നു എന്നതുപോലും അറിയാത്ത വിധത്തിൽ 6 ദിവസം കഴിഞ്ഞ് വീണ്ടും 6 ദിവസം കഴിഞ്ഞ് തലേ ദിവസത്തേക്ക് ദിവസം മാറ്റുന്നു. എന്തിനു വേണ്ടി ഈ കള്ളക്കളി? ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇവരിത് തുറന്നു പറയേണ്ടതുണ്ട്. തങ്ങൾ കണ്ട മാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ശനിയാഴ്ച എന്ന് പറഞ്ഞത്. ഇതേ ആളുകൾ തന്നെ, ഇതേ ഖാദിമാര് തന്നെയാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? ബറാത്തിന്റെ ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? ഈ സമുദായത്തെ കൊണ്ട് ഷഅബാൻ ദിവസത്തിൽ നോമ്പനുഷ്ഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ? അവിടെയും അവസാനിക്കുന്നില്ല. ഈ ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചില, ഈ സമൂഹത്തോട് ചെയ്ത ചില ദ്രോഹങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ വിഷയത്തിൽ എതിർക്കുന്നതിൽ ആളുകൾ ഒറ്റക്കെട്ടാണ്. മട്ടന്നൂർ എന്ന വനപ്രദേശത്ത് മലയോര മേഖലയിൽ മാസപ്പിറവി കണ്ടതുകൊണ്ട് എങ്ങനെ അംഗീകരിക്കാതിരിക്കും?
നോമ്പ് നോൽക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഓർമ്മശക്തിയെ ഏതാനും വർഷം പിറകിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. 1997 എന്ന ഒരു വർഷം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഓർമ്മയിൽ. ആ 1997 ഫെബ്രുവരി മാസത്തിൽ ഒരു പെരുന്നാൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാകില്ല പലരും. കാരണം പലരെ സംബന്ധിച്ചിടത്തോളവും മറവി എന്ന് പറയുന്നത് ഒരു സമാധാനമാണ്. സമുദായത്തിന്റെ മറവികളാണ് അവരെ എന്നും പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. തങ്ങൾ പണ്ട് പറഞ്ഞത് തിരുത്തി പറയുമ്പോഴും, പണ്ട് ഹറാമാക്കിയത് ഹലാലാക്കുമ്പോഴും, പണ്ട് പാടില്ലെന്നും പുത്തൻ വാദമാണെന്ന് പറഞ്ഞതും പിൽക്കാലത്ത് ചെയ്യുമ്പോഴും ഈ സമുദായം എല്ലാം മറക്കും എന്നതാണ് പലർക്കും ധൈര്യം നൽകുന്നത്. പക്ഷേ മുജാഹിദുകൾ മറക്കുന്നവരല്ല. കാലത്തിന്റെ ചിത്രം കൃത്യമായി വായിക്കുന്നവരാണവർ. ബുദ്ധി തുറന്നു വെച്ചുകൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ തിന്മകളും സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നവരാണ് മുജാഹിദുകൾ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. 1997 ഒരു പെരുന്നാൾ ആഘോഷം ഈ സമുദായത്തിൽ കടന്നുപോയിരുന്നു. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ആളുകൾ ഷാബാൻ 29 നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ നോമ്പ് നോൽക്കാതിരുന്ന മുജാഹിദുകളെ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവർ എന്ന് വിമർശിക്കുന്ന ആളുകൾ, ഞങ്ങൾ ചോദിക്കട്ടെ, 1997 ഫെബ്രുവരി മാസത്തിലെ പെരുന്നാളിന്റെ വിഷയം എന്തായിരുന്നു? അവിടെ ഇതേ കാളിമാർ എന്തൊക്കെ വിക്രിയകളാണ് കാട്ടിക്കൂട്ടിയത്? 97 മാസപ്പിറവി വിവാദവുമായി ബന്ധപ്പെട്ട് 97 ഫെബ്രുവരി 8 ശനിയാഴ്ചത്തെ ചന്ദ്രിക പത്രത്തിന്റെ 1-ാമത്തെ പേജാണ് എന്റെ കയ്യിലുള്ളത്. പെരുന്നാൾ നാളെ, പെട്ടിക്കോളം വാർത്ത. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായി എവിടെ നിന്നും വിവരം ലഭിച്ചിട്ടില്ലെന്ന് കോഴിക്കോട് കാളിമാരായ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളും നാലകത്ത് മുഹമ്മദ് കോയയും അറിയിച്ചു. ഇതനുസരിച്ച് പെരുന്നാൾ ഞായറാഴ്ചയായിരിക്കും. അടുത്ത പാരഗ്രാഫ്. മാസപ്പിറവി സംബന്ധിച്ച് വിശ്വസനീയമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അറിയിച്ചു. അടുത്ത പാരഗ്രാഫ്. വെള്ളിയാഴ്ച മാസപ്പിറവി കാണാൻ സാധ്യതയില്ലാത്തതിനാൽ റമളാൻ 30 പൂർത്തിയാക്കുകയും ഞായറാഴ്ച പെരുന്നാളായിരിക്കുന്നതുമാണെന്ന് കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ KN ഇബ്രാഹിം മൗലവിയും അറിയിച്ചു. അടുത്ത പാരഗ്രാഫ്. അതേസമയം മാറാട് ബീച്ചിൽ മാസം കണ്ടെന്നും അതിനാൽ ഇന്ന് പെരുന്നാളാണെന്നും AP വിഭാഗം കാളിമാർ പറയുന്നു. കാളിമാരാരും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1997 ഫെബ്രുവരി മാസത്തിൽ 2 ദിവസങ്ങളിൽ പെരുന്നാൾ ഉണ്ടായിത്തീർന്നു. കേരളക്കരയിൽ വിശദീകരണങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ മട്ടന്നൂരിൽ കണ്ടാൽ എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? അവിടെ കണ്ടത് ഹിലാലല്ലേ, ചന്ദ്രനല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ആളുകൾ മറുപടി പറയേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഈ 1997 മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് പത്രങ്ങളിൽ വന്ന ചില വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. കൃത്യമായ ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, പരിശോധിച്ചു നോക്കുകയും ചെയ്യാം. നേരത്തെ ചന്ദ്രിക വാർത്തയിൽ ഞാൻ വായിച്ചു, മാറാട്ട് ഏതാനും ആളുകൾ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാന്തപുരം സുന്നികൾ അന്ന് കേരളത്തിലെ മറ്റെല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചതിന്റെ തലേ ദിവസം പെരുന്നാൾ ആഘോഷിച്ചത്. അന്ന് കാന്തപുരം സുന്നികളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാത്ത ഇവിടുത്തെ സമസ്ത വിഭാഗം അവർ മുതലക്കുളത്ത് വിശദീകരണ യോഗം നടത്തിയിരുന്നു. കാളിമാരെ വിളിച്ചുകൂട്ടിക്കൊണ്ടാണ് വിശദീകരണ യോഗം നടത്തിയത്. എന്താണ് അന്ന് മാറാട് ബീച്ചിൽ 7 പേര് കണ്ടിട്ടും തങ്ങൾ മാസം ഉറപ്പാക്കാത്തതിന്റെ കാരണം? അതേ കാളിമാര് മുതലക്കുളത്ത് വെച്ച് പ്രസംഗിച്ചത് 1997 ഫെബ്രുവരി 12 ബുധനാഴ്ചയിലെ ചന്ദ്രിക പത്രം. തലക്കെട്ട്: മാസപ്പിറവി കണ്ടതിന് യാതൊരു തെളിവുമില്ല. കാളിമാർ. കോഴിക്കോട്: വെള്ളിയാഴ്ച സൂര്യാസ്തമയ ശേഷം ചന്ദ്രപ്പിറവി കണ്ടുവെന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്ന് കാളിമാരായ സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളും നാലകത്ത് മുഹമ്മദ് കോയയും ആവർത്തിച്ചു. ഒരു കാളിക്ക് ബോധ്യം വന്നുവെന്നത് കൊണ്ട് മാത്രം തെളിവാകണമെന്നും മറ്റുള്ളവർക്കും ബോധ്യം വരണമെന്നുമില്ല. ബേപ്പൂർ കാളിയുടെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാത്തതിൽ എന്തിന് അദ്ദേഹം പ്രകോപിതനാകണം? കാളിമാർ കോഴിക്കോട്ട് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ശവ്വാൽ മാസപ്പിറവിയെ സംബന്ധിച്ച് താനെടുത്ത തീരുമാനം കോഴിക്കോട്ടെ മറ്റ് 2 കാളിമാർ അംഗീകരിക്കാതിരുന്നതിനെ സംബന്ധിച്ച് ബേപ്പൂർ കാളി പത്രസമ്മേളനത്തിൽ നടത്തിയ വിമർശനങ്ങൾ നിർഭാഗ്യകരമാണ്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. ഗോളശാസ്ത്രാടിസ്ഥാനത്തിൽ ചന്ദ്രപ്പിറവി സ്ഥിരപ്പെടുത്തുന്നതിനെ സുന്നികളും ഷാഫികളുമായ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും സാക്ഷികളുടെ മൊഴികളുടെ സത്യാവസ്ഥ പരിഗണിക്കുമ്പോൾ ശാസ്ത്ര നിഗമനമനുസരിച്ച് കാണാൻ സാധ്യതയുണ്ടോ? എത്ര നേരം ഉദയമുണ്ടാകും? ആകാശത്തിന്റെ ഏത് കോണിൽ ബാലചന്ദ്രൻ പ്രത്യക്ഷപ്പെടും? എന്നീ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ വെക്കുന്നത് ഷാഫി മദ്ഹബ് നിരോധിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കണ്ടു എന്ന് സാക്ഷികൾ പറഞ്ഞാൽ
ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് അത് അംഗീകരിക്കണം. എന്തൊക്കെ കാര്യം വേണമെന്നാ പറയുന്നത്? ഒന്ന്, എത്ര ഗോളശാസ്ത്ര നിഗമനം അനുസരിച്ച് അന്ന് കാണാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. എത്ര നേരം ഉദയം ഉണ്ടാകും എന്ന് നോക്കണം. ആകാശത്തിന്റെ ഏതു കോണിൽ ബാലചന്ദ്രൻ പ്രത്യക്ഷപ്പെടും എന്ന് നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ മാസം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അന്ന് ബേപ്പൂർ കാളി തലേ ദിവസം പെരുന്നാൾ ഉറപ്പിച്ചിട്ടും ആ പെരുന്നാൾ ഉറപ്പിക്കാത്ത കോഴിക്കോട്ടെ 2 പ്രധാന കാളിമാര് അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ, ഞങ്ങൾ ഉറപ്പിക്കാത്തതിന്റെ കാരണം ഗോളശാസ്ത്ര കണക്കനുസരിച്ച് അന്നത്തെ ദിവസം ചന്ദ്രൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പൊ എവിടെ പോയി സഹോദരങ്ങളെ ഈ ഗോളശാസ്ത്രം? എന്തേ ഗോളശാസ്ത്രത്തിൽ കടിച്ചു തൂങ്ങിയ നിങ്ങൾക്ക് അന്ന് സുന്നികളെ കൊണ്ട് 2 ദിവസങ്ങളിലായി പെരുന്നാൾ ആഘോഷിപ്പിച്ച നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ എന്തിന് മുജാഹിദ് പ്രസ്ഥാനത്തെ ഗോളശാസ്ത്രത്തിന്റെ കണക്ക് പറഞ്ഞിട്ട് ഭിന്നിച്ചവർ എന്ന് വിമർശിക്കണം? അവിടെ അവസാനിക്കുന്നില്ല. ഇതേ വാർത്ത തന്നെ സിറാജ് പത്രം 997 ഫെബ്രുവരി 20 വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കുന്നു. മാസപ്പിറവി ഗോളശാസ്ത്ര കണക്ക് പരിഗണിക്കണമെന്ന് 4 സിറാജിലെ വാർത്തയാണ്. മാസപ്പിറവി പ്രശ്നം ഗോളശാസ്ത്ര കണക്ക് പരിഗണിക്കണമെന്ന് 4 വാർത്ത. കോഴിക്കോട് മാസപ്പിറവിയുടെ കാര്യത്തിൽ ഗോളശാസ്ത്ര കണക്കുകൾ പരിഗണിക്കണമെന്ന് കോഴിക്കോട് ചെറിയ കാളി 4 മുഹമ്മദ് കോയ പ്രസ്താവിച്ചു. മുതലക്കുളത്ത് കഴിഞ്ഞ ആഴ്ച നടന്ന മാസപ്പിറവി വിശദീകരണ സമ്മേളനത്തിന് മറുപടിയായി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് ചെറിയ കാളി താൻ നേരത്തെ ഉന്നയിച്ച വാദഗതി ആവർത്തിച്ചത്. തെളിഞ്ഞ ആകാശത്ത് ദർശനം വളരെയധികം സംശയാസ്പദമാകുമ്പോൾ ഗോളശാസ്ത്ര കണക്കുകൾ പരിഗണിക്കുന്നത് ഫിഖ് വിലക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ നീതിമാന്മാരുടെ സാക്ഷിമൊഴികൾ പോലും തള്ളിക്കളയണമെന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദർശനമില്ലാതെ വെറും ഗോളശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മാസം ഉറപ്പിക്കുന്നത് മാത്രമേ ഉലമാക്കളിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇത് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനും പറയാനുള്ളൂ സഹോദരങ്ങളെ. ഗോളശാസ്ത്ര കണക്കുകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് മാസപ്പിറവി ഉറപ്പിക്കാൻ പാടില്ല, മറിച്ച് കാണണം. അത് തന്നെയാണ് ഹിലാൽ കമ്മിറ്റി വാദിക്കുന്നത്. പക്ഷേ കാണാൻ സാധ്യതയുള്ള ദിവസം മാത്രമേ കാണുള്ളൂ. അങ്ങനെ കാണാൻ സാധ്യതയില്ലാത്തൊരു ദിവസം കണ്ടു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടില്ല. ഇതാണ് 97-ൽ അന്ന് ബേപ്പൂർ കാളി മാസം ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ ഉറപ്പിക്കാത്തതിന്റെ കാരണമെന്നാണ് ബഹുമാന്യനായ 4 അന്ന് വിശദീകരിച്ചത്. സഹോദരങ്ങളെ, ഇരട്ടത്താപ്പ് മനസ്സിലാക്കുക. അവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് ഫെബ്രുവരി 20 വ്യാഴാഴ്ച 97-ൽ ചന്ദ്രിക പത്രത്തിൽ വരുന്നു, ദർശനം സംശയിക്കുമ്പോൾ ഗോളശാസ്ത്രത്തെ ആശ്രയിക്കാം. ദർശനം സംശയിക്കുമ്പോൾ ഗോളശാസ്ത്രത്തെ ആശ്രയിക്കാം. തെളിഞ്ഞ ആകാശത്ത് ദർശനം വളരെയധികം സംശയാസ്പദമാകുമ്പോൾ ഗോളശാസ്ത്ര കണക്കുകൾ പരിഗണിക്കുന്നതിനെ ഫിഖ് വിലക്കുന്നില്ലെന്ന് കോഴിക്കോട് കാളി 4 മുഹമ്മദ് കോയ പ്രസ്താവിച്ചു. നേരത്തെ സിറാജിൽ വന്ന വാർത്തയുടെ മറ്റൊരു രൂപം. ഇനി ഇതേ വാർത്തയുമായി ബന്ധപ്പെട്ട് അന്ന് സമസ്ത വിഭാഗത്തിന്റെ വിദ്യാർത്ഥി നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ മുഖാമുഖം പ്രത്യേകിച്ച് സ്ത്രീ ജുമയുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായും ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ അന്ന് വിവാദമായി തീർന്ന മാസപ്പിറവിയും വന്നു. മാസപ്പിറവി പ്രശ്നത്തിൽ ബേപ്പൂർ കാളിയുടെ സമീപനത്തെക്കുറിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ചോദിക്കപ്പെടുകയാണ്. മാസപ്പിറവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബേപ്പൂർ കാളി ചെയ്തത് ശരിയോ തെറ്റോ? അതിന് അമ്പലക്കടവിന്റെ മറുപടി, ശരിയായ രീതിയിലല്ല ബേപ്പൂർ കാളി മാസമുറപ്പിച്ചത്. ചോദ്യം കാരണം? അദ്ദേഹത്തിന്റെ മറുപടി, സാക്ഷി വിസ്താരത്തിൽ ഗോളശാസ്ത്രവും പരിഗണിക്കപ്പെടണം. അബ്ദുൽ ഹമീദ് ഫൈസിയുടെ മറുപടിയാണ്, ബേപ്പൂർ കാളി ഉറപ്പിച്ച മാസം ഞങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ കാരണം സാക്ഷി വിസ്താരത്തിൽ ഗോളശാസ്ത്രവും പരിഗണിക്കപ്പെടണം. ഇനി ഇതിനോടനുബന്ധിച്ച മറ്റൊരു വിഷയം, ഇവിടെ മട്ടന്നൂരിൽ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? സാക്ഷിത്വം അംഗീകരിക്കേണ്ടതില്ലേ? 2 or 3 പേര് വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ മാസം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷിത്വം അംഗീകരിക്കേണ്ടതില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അംഗീകരിച്ചത് എന്നതാണ് വാദമെങ്കിൽ ആ വാദവും 97-ലെ വിവാദത്തിൽ പൊളിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്റെ കയ്യിലിരിക്കുന്നത് 997 ഫെബ്രുവരി 11-ലെ സിറാജാണ്. ആ സിറാജിൽ അന്നത്തെ 97 ഫെബ്രുവരിയിലെ പെരുന്നാൾ മാസപ്പിറവി വിവാദമായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ബേപ്പൂർ കാളി ഉറപ്പിച്ചു, കാന്തപുരം വിഭാഗം പെരുന്നാൾ ആഘോഷിച്ചു, സമസ്ത വിഭാഗം അംഗീകരിച്ചില്ല. അന്ന്
ഈ വിവാദത്തെ തുടർന്ന് ബേപ്പൂർ കാളി നമ്മുടെ കോഴിക്കോടുള്ള പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. തന്റെ മുമ്പിൽ വന്ന ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ മാറാട് ബീച്ചുകാരായ 5 പേരെയാണ് അദ്ദേഹം സാക്ഷികളായി ഹാജരാക്കിയത്. മാറാട് ബീച്ചുകാരായ 5 പേര്. അന്ന് ഈ വിഷയത്തെക്കുറിച്ച് EK വിഭാഗം പറഞ്ഞത് എന്താ? 15 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്, സാക്ഷിത്വം അംഗീകരിക്കാൻ സാധിക്കാത്തവരാണ് എന്ന് വാദിച്ചപ്പോൾ സിറാജ് ഇതിന്റെ ഫോട്ടോ പുറത്തുവിട്ടു. ബേപ്പൂർ കാളിയോടൊപ്പം ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അന്ന് രംഗത്ത് വന്ന 5 ആളുകളുടെ ഫോട്ടോ അവർ പുറത്തുവിട്ടു. ഈ 5 പേര് ഞങ്ങൾ സാക്ഷികൾ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യം കണ്ടു എന്ന് അംഗീകരിച്ചിരുന്നവരാണ്. അപ്പൊ സാക്ഷികളുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് അംഗീകരിച്ചതെങ്കിൽ എന്തുകൊണ്ട് അന്ന് അംഗീകരിച്ചില്ല? അപ്പോൾ ഇവിടെ വിഷയം ഇതൊന്നുമല്ല. മുജാഹിദ് സ്ഥാനം നേരത്തെ തന്നെ വളരെ കൃത്യമായ പടച്ചതമ്പുരാന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ കോഴി കൂവിയെങ്കിലേ നേരം വെളുക്കുകയുള്ളൂ എന്ന് പണ്ടൊരു മുത്തശ്ശി പറഞ്ഞ പോലെ, ഞാൻ ഉറപ്പിച്ചാൽ ഇവിടെ പെരുന്നാളാണ്, ഞാൻ മാസം ഉറപ്പിച്ചാൽ ഇവിടെ നോമ്പാണ് എന്ന് അഹന്തയുള്ള ചില ആളുകൾ ഈ സമുദായത്തെ കൊണ്ട് ഷാബാൻ ദിനത്തിൽ റമദാൻ അനുഷ്ഠിപ്പിക്കുന്നു. ശവ്വാലിന്റെ ദിവസം റമദാനിന്റെ ദിവസം കൊണ്ട് പെരുന്നാൾ ആഘോഷിപ്പിക്കുന്നു. അതാണ് ഈ സമുദായത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ അന്ന് ബേപ്പൂർ കാളി 5 പേരെ കോഴിക്കോട് പ്രസ് ക്ലബിൽ ഹാജരാക്കിക്കൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു കാളി സാക്ഷികളെ ഹാജരാക്കിക്കൊണ്ട് ഈ വിഷയം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അംഗീകരിക്കാൻ മറ്റെല്ലാ കാളിമാരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. മറ്റെല്ലാ കാളിമാരും ഇത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ മട്ടന്നൂരിലെ കാളി മാസം ഉറപ്പിച്ചിട്ടും കാഞ്ഞങ്ങാട്ടെ കാളി മാസം ഉറപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ സംസ്ഥാന വിഭാഗം അന്ന് അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മാത്രവുമല്ല, സിറാജ് പത്രം അന്ന് ദിവസം കാണിച്ച ഒരു തമാശയും അനുബന്ധമായി നമുക്ക് കാണാൻ സാധിക്കും. 2006 സെപ്റ്റംബർ 23 ശനിയാഴ്ച ഈ ആളുകൾ റമദാൻ 1 നോമ്പ് നോറ്റ ആ ശനിയാഴ്ച സെപ്റ്റംബർ 23 ശനിയാഴ്ച സിറാജിന്റെ എഡിറ്റോറിയൽ പേജിന്റെ മുകളിൽ കൊടുത്തത് 1427 ഷഅബാൻ 30 സെപ്റ്റംബർ 23 ശനി. എന്നാൽ അതേ സിറാജിൽ തന്നെ 2006 സെപ്റ്റംബർ 23 ശനിയാഴ്ച അന്ന് ഇവർക്ക് ഷഅബാൻ 30 ഇതിൽ. അതേ ആളുകൾ തന്നെ റമദാൻ 1 ഞായറാഴ്ച അതേ സിറാജിൽ തന്നെ അതേ ദിവസം 3ാമത്തെ പേജിൽ എവിടെ ഒരു ഭാഗത്ത് ഈ മട്ടന്നൂർ കാളിയും അതേപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ അംഗീകരിച്ച ആളുകളുടെ അതേ സംഘടനകൾ തന്നെ തൊട്ടടുത്ത ദിവസമാണ് പെരുന്നാൾ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് അതേ സിറാജിൽ 3ാമത്തെ പേജിൽ റമദാൻ 1 ഞായറാഴ്ച. ഒന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ട്, മറ്റൊന്ന് കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ട്. ആരൊക്കെയാ മാസം ഉറപ്പിക്കുന്നത്? ഇസുദ്ദീൻ കാമിലി സഖാഫി 1 മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഖാഫി. അതുപോലെ തന്നെ ഇവരുടെ ദക്ഷിണ കേരള സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഹൈദ്രോസ് മുസ്ലിയാർ, ജനറൽ കൺവീനർ SM റഫീഖ് തുടങ്ങിയ ആളുകൾ പറയാണ്, റമദാൻ മാസപ്പിറവി ദൃശ്യമാകാത്തത് കൊണ്ട് ശനിയാഴ്ച ഷഅബാൻ മാസം 30 പൂർത്തിയാക്കി 24 റമദാൻ വ്രതം ആരംഭിക്കുമെന്ന് ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞു. ഒരേ പത്രത്തിലാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഈ കേരളത്തിൽ തന്നെ തൊട്ടടുത്ത 2 കാളിമാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ടുണ്ടായി തീർന്നു? അപ്പോൾ ഇവിടെ ദീനിനോടുള്ള പ്രതിബദ്ധതയല്ല ഇവരെ നയിക്കുന്നത്. ഇനി ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ അതിശക്തമായി എതിർക്കുന്നവരാണ് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തേജസ് എന്ന പത്രം നടത്തുന്ന ആളുകൾ. ഞങ്ങൾ 100% എതിർക്കുന്ന ആളുകളാകുന്നു തേജസ് എന്ന പത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ തേജസ് എന്ന പത്രത്തിന്റെ 24 കഴിഞ്ഞ മാസം 24 ഞായറാഴ്ചയിലെ തേജസ് പത്രം നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. അതിൽ ഒരു പെട്ടിക്കോളം വാർത്തയുണ്ട്. ഷഅബാനിലെ ഒരു ദിനം എവിടെ എന്നാണ് ചോദ്യം. ഷഅബാൻ മാസത്തിലെ ഒരു ദിവസം കട്ടുപോയിരിക്കുന്നു എന്നാണ് തേജസ്സുകാരൻ എഴുതുന്നത്. മുജാഹിദുകളുടെ മുഖപത്രമല്ല. തേജസ് പത്രം കാണേണ്ടി വന്നിട്ടുണ്ട്, അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആളുകൾക്ക്. ഇത് മാത്രമോ? ഇതാ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ്. ഷഅബാനിലെ ഒരു ദിനം കാണാതായി തേജസ് സെപ്റ്റംബർ 24 ഞായറാഴ്ച. ഒറിജിനൽ എന്റെ കീശയിലുണ്ട്, ഞാൻ അസൗകര്യം കൊണ്ട് എടുക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ എഴുതേണ്ടി വന്നു? കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച ആളുകൾക്ക് അംഗീകരിക്കേണ്ടി വന്നതാണ്. 23-ാം തീയതി നോമ്പ് നോറ്റിരിക്കുന്ന ആളുകൾ ഷഅബാൻ മാസത്തിലെ അവസാന ദിവസമാണ്,
നോമ്പെടുത്തിരിക്കുന്നത്. ഇനി ഗോളശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടാ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, എന്തിന് നിങ്ങൾ ഈ ബാക്കി എല്ലാ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു വലിയ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ 12 ആണോ 13 ആണോ എന്നുള്ള തർക്കം, 6-12 ആണോ 6-13 ആണോ, എവിടുന്നാണ് സഹോദരങ്ങൾ ഇത് കിട്ടിയത്? എങ്ങനെയാ പണ്ടൊക്കെ നമ്മുടെ മുതിർന്ന ആളുകൾ മദ്രസയിൽ ചൊല്ലിപ്പഠിച്ചത്? ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഞെട്ടും ഇലയും തമ്മിൽ വേർപെട്ട് കാണുന്ന സമയം, ഒരു മരത്തിന്റെ ഇലയുടെ ഞെട്ട് കൃത്യമായി വേർതിരിച്ച് കാണാൻ സാധിക്കുന്ന സമയം, അത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യക്തമാകാത്തൊരു സമയം വന്നാൽ പിന്നെ മഗ്രിബിന്റെ നേരായി എന്നുള്ളതാണല്ലോ. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്ന സമയം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് നോക്കിയിട്ട് അളന്നു നോക്കിയല്ലേ നമസ്കരിച്ചിരുന്നത്. ഇന്ന് ആരാണ് നിഴൽ അളക്കാൻ വേണ്ടി പോകുന്നത്? ഇന്ന് ആരാണ് അടി അളന്നു നോക്കുന്നത്? എവിടെ നോക്കിയാ ബാങ്ക് വിളി? എന്തിനേറെ പറയുന്നു, സിറാജ് പത്രം തന്നെ 1999 ആഗസ്റ്റ് 11 ബുധനാഴ്ച വലിയൊരു പെട്ടിക്കോളം വാർത്ത എന്താണ്? ഗ്രഹണ നിസ്കാരം നിർവഹിക്കുക. കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടാണ്. ഇന്ന് വൈകുന്നേരം കേരളത്തിൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നതിനാൽ എല്ലാ മുസ്ലിങ്ങളും ഗ്രഹണ സമയത്ത് പ്രത്യേകം സുന്നത്തായ ഗ്രഹണ നിസ്കാരം നിർവഹിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. എവിടുന്ന് കിട്ടിയതാണ് ഈ ഇന്ന് വൈകുന്നേരം സൂര്യഗ്രഹണം ഉണ്ടെന്ന് ബഹുമാന്യനായ കാന്തപുരത്തിന്? അദ്ദേഹം മേലോട്ട് നോക്കിയതാണോ? കണ്ണട വെച്ച് നോക്കിയിട്ട് കണ്ടതാണോ? എവിടുന്ന് കിട്ടി സഹോദരങ്ങളെ ഈ ദിവസം ഗ്രഹണമുണ്ട് എന്ന്? ഈ സമുദായത്തെ കൊണ്ട് തലേ ദിവസം രാത്രി പത്രത്തിൽ വാർത്ത കൊടുപ്പിച്ച് നമസ്കരിപ്പിക്കാനുള്ള നിർദ്ദേശം എവിടെ നിന്ന് കിട്ടി? ഗോളശാസ്ത്ര കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ലേ? മുഴുവൻ വിഷയത്തിലും ഈ കാര്യം അംഗീകരിക്കുന്ന ആളുകൾ സൂര്യാസ്തമയത്തിന്റെ 3 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോയി എന്ന് കാസർകോട്ടും കോഴിക്കോട്ടും കൊച്ചിയിലും കൃത്യമായി 3 മിനിറ്റുകൾക്ക് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോയി എന്നത് വളരെ കൃത്യമായ ദിവസം നോക്കി കണ്ടു എന്നല്ല പറയുന്നത്. ഇവിടെ നമ്മൾ അനുബന്ധമായി മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില യാഥാർത്ഥ്യങ്ങളും കൂടിയുണ്ട്. ചന്ദ്രന്റെ ഭ്രമണപഥം അതൊരു ദീർഘവൃത്തമാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ആ ദീർഘവൃത്തത്തിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്ന സന്ദർഭവുമുണ്ട്, ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന സമയമുണ്ട്. കാരണം ഒരു ദീർഘവൃത്തമാകുമ്പോൾ അതിന്റെ ഘടന അങ്ങനെയാണ്. ഈ 2 സന്ദർഭങ്ങളിലും ന്യൂമൂൺ ഉണ്ടാകുന്നത്, ന്യൂമൂൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അതിനെ കാണാനുള്ള സമയത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഗോളശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ദീർഘവൃത്തത്തിൽ അഥവാ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ ഏറ്റവും കൂടിയ അകലത്തിലാകുന്ന സന്ദർഭവും ഏറ്റവും കുറഞ്ഞ അകലത്തിലാകുന്ന സന്ദർഭവും, ഈ 2 സന്ദർഭങ്ങളിലും ന്യൂമൂൺ കാണുന്ന സമയത്തിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും അകലെയാകുന്ന സന്ദർഭത്തിൽ ചന്ദ്രന്റെ ഭ്രമണ വേഗത ഏറ്റവും കുറവാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്താണ് അതിന്റെ ഭ്രമണ വേഗത അതിന്റെ ചലന വേഗത ഏറ്റവും കൂടുതലുള്ളത്. ഗോളശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ന്യൂമൂൺ ഉണ്ടായിക്കഴിഞ്ഞാൽ 17 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ കൃത്യമായ ഒരു ആംഗിളിൽ ഭൂമിയിൽ നിന്ന് ആ ഏറ്റവും അകലെയുള്ള ആ സന്ദർഭത്തിൽ ചന്ദ്രനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ 23 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഏറ്റവും അടുത്തിരിക്കുന്ന ആ ഓർബിറ്റിന്റെ ഘടനയനുസരിച്ച് ചന്ദ്രൻ ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ചന്ദ്രനെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ന്യൂമൂൺ ഇന്ത്യ രാജ്യത്ത് ദൃശ്യമാവുക എന്നത് വളരെ കൃത്യമായ ഗോളശാസ്ത്ര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ സത്യത്തോടുള്ള പ്രതിബദ്ധതയല്ല, ഇസ്ലാമിനോടുള്ള കൂറല്ല പലരെയും നയിക്കുന്നത്, മറിച്ച് സ്ഥാപിതമായ താല്പര്യങ്ങളാണ്. ഈ സമുദായത്തെ കൊണ്ട് ഹറാം ചെയ്യിക്കുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, കാലിമാരെ സംബന്ധിച്ചിടത്തോളം, ഉലമാക്കളെന്ന് അഭിമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അപ്പുറമുള്ള തിന്മകളാണ് ഈ സമൂഹത്തിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ അനുബന്ധമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഐക്യത്തിന്റെ വക്താക്കളായിക്കൊണ്ട് എന്നും രംഗത്ത് വരാറുള്ള വേറെ ചില ആളുകളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കുന്നവരെന്നും ശാഖാപരമായ പ്രശ്നത്തിന്റെ പേരിൽ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവർ എന്നും വാദിക്കുന്ന എന്നും ആരോപിക്കുന്ന ആളുകൾ, ഈ നോമ്പിന്റെ കാര്യത്തിൽ അവർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഭൂരിപക്ഷം അനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക എന്നതാണ്. ഞാൻ താമസിക്കുന്നത് ഖുറാഫികൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിലാണ്. എന്റെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ശനിയാഴ്ചയായിരുന്നു നോമ്പ്. തൊട്ടടുത്ത മഹല്ല് മുജാഹിദ് പ്രസ്ഥാനം ഭൂരിപക്ഷമുള്ള മഹല്ലാണ്. അവിടെ ഞായറാഴ്ചയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന് നോമ്പ്. എന്തുകൊണ്ട്? ക്ഷമിക്കണം ഞങ്ങളോട്,
കാരണം എക്സ്പ്രസ് ഹൈവേയുടെ പോലെ അല്ലെങ്കിൽ പ്ലാച്ചിമടയിലെ വെള്ളത്തിന്റെ അത്രയും ഗൗരവമുള്ള വിഷയമല്ല നോമ്പ് എന്നതായിരിക്കാം നിങ്ങൾക്കുള്ള മറുപടി. കാരണം ഇതൊക്കെ ശാഖാപരമാണല്ലോ. പക്ഷേ സഹോദരങ്ങളെ, മായ്ഞ്ഞു പോകാത്ത മഷി നിങ്ങളും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. 1999 ഫെബ്രുവരി മാസത്തിൽ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ബോധനം എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക ആദർശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന ബോധനം എന്ന പ്രസിദ്ധീകരണം, അതിൽ വാണിയമ്പലത്തുകാരനായ ഒരു നേതാവ് എഴുതുന്നത് നോക്കൂ. 1999 ജനുവരിയിലെ ബോധനം: ഗോളശാസ്ത്രജ്ഞരുടെ കണക്കു പ്രകാരം മാസപ്പിറവി കാണുക ദുഷ്കരമായ ദിവസം മാസം കണ്ടതായി ആരെങ്കിലും സാക്ഷ്യം വഹിക്കുന്ന പക്ഷം ആ സാക്ഷ്യം നിരാകരിക്കപ്പെടുന്നതാണ്. ഗോളശാസ്ത്ര കണക്കനുസരിച്ച് മാസം കാണാൻ സാധ്യതയില്ലാത്ത ദിവസം ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ ആ സാക്ഷ്യം നിരാകരിക്കപ്പെടുന്നതാണ്. ബോധനത്തിൽ എഴുതി പിടിപ്പിച്ചതാണ്. എന്തു പറയാനുണ്ട്? സമുദായത്തിന്റെ കൂടെ, ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച നോമ്പ് നോറ്റവർക്ക് എന്തു പറയാനുണ്ട്? നിങ്ങൾക്കാരോടാണ് പ്രതിപത്തിയുള്ളത്? നിങ്ങൾക്കാരോടാണ് പ്രതിപത്തിയുള്ളത്? അള്ളാഹുവിന്റെ ദീനിനോടാണോ? അതല്ല, നിങ്ങൾ പണയപ്പെടുത്തിയിരിക്കുന്ന പലരുടെയും അമ്മിക്കടിയിൽ നിങ്ങൾ പണയം വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആദർശത്തോടാണോ? സമൂഹത്തോട് തുറന്നു പറയേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലുമുള്ള വിദ്വേഷമോ വെറുപ്പോ അല്ല ഈ സത്യങ്ങൾ വെട്ടിത്തുടർന്ന് പറയാനുള്ള പ്രേരണ, മറിച്ച് പടച്ച തമ്പുരാന്റെ ദീനിനോടുള്ള കടപ്പാടാണ്. ഇവിടെ ഇനി അടുത്ത് വീണ്ടും ഇതാ ചില ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പെരുന്നാളിന്റെ വിഷയത്തിലും ഭിന്നിക്കാൻ സാധ്യതയുണ്ട്. ഷഅബാൻ മാസം 30 നോമ്പ് നോറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം 21 ശനിയാഴ്ച മഗ്രിബിന് മാസപ്പിറവി കാണൽ അവർക്ക് ആവശ്യമാണ്. അന്ന് അവർക്ക് 29 ആകും. അന്ന് കാണാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. സഹോദരങ്ങളെ, 36 മിനിറ്റ് മുമ്പ് അസ്തമിച്ചു പോകുന്നുണ്ട്. അരമണിക്കൂർ മുമ്പ് അസ്തമിച്ചു പോയ ചന്ദ്രനെ ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരും. നമുക്ക് പ്രതീക്ഷിക്കാം. ആ പറഞ്ഞിരിക്കുന്ന ആളുകൾ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനും സാക്ഷികളുടെ അംഗീകാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ കൊണ്ട് ആഘോഷിപ്പിക്കുന്ന കാളിമാർ ഒരു പക്ഷേ അന്നും അരമണിക്കൂർ മുമ്പേ കണക്ക് പ്രകാരം അസ്തമിച്ചു പോകാൻ സാധ്യതയുള്ള ചന്ദ്രനെ കണ്ടു എന്ന വാദത്തെ അംഗീകരിച്ചു എന്ന് വരാം. തൊട്ടടുത്ത ദിവസം 1 മിനിറ്റ് ഉണ്ട്. അന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ സമാധാനമുണ്ട്, കാരണം 1 മിനിറ്റ് ഉണ്ടല്ലോ. എന്നാൽ അതിന്റെ മുമ്പുള്ള ദിവസം അരമണിക്കൂർ മുമ്പ് അസ്തമിച്ചു പോകുന്നതാണ്. ഈ സമുദായത്തെ കൊണ്ട് ഷഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിപ്പിച്ച ആളുകൾ തീർച്ചയായും റമദാനിൽ തന്നെ പെരുന്നാളും ആഘോഷിപ്പിക്കുന്നതിൽ ഒരു മടിയുമുണ്ടാവുകയില്ല എന്നത് കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദർശത്തിന്റെ പേരിൽ സത്യം ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുന്ന ദൗത്യം മാത്രമാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് ഈ സമുദായത്തെ കൊണ്ട് 2 ദിവസം നോമ്പനുഷ്ഠിപ്പിക്കണം, 2 ദിവസം പെരുന്നാൾ ആഘോഷിപ്പിക്കണം എന്നതിൽ യാതൊരു ആവശ്യവുമില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ദീനിലെ അനുഷ്ഠാന മുറകളെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മുസ്ലിം സമുദായം എന്ന് തിരിച്ചു വരുന്നുവോ അന്ന് മാത്രമേ ഈ സമുദായത്തിൽ ഐക്യമുണ്ടാവുകയുള്ളൂ. ഈ ഗ്രന്ഥത്തെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശത്തെയും ചവിട്ടി മതിച്ചുകൊണ്ട് എന്റെ കോഴി കൂവിയാൽ മാത്രം നേരം വെളുക്കും എന്ന് ചിന്തിക്കുന്ന നേതാക്കൾ ഈ സമുദായത്തെ നയിക്കുന്നിടത്തോളം കാലം ഈ സമുദായത്തിൽ ഭിന്നതയുണ്ടായിക്കൊണ്ടിരിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്നും ഒഴുക്കിനെതിരെ നീന്തിയിട്ടുള്ള സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്കറിയാം അതിന്റെ ചരിത്രം, ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവർ വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും 4 വാക്ക് വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചെയ്തെങ്കിൽ മാത്രമേ മനസ്സമാധാനം കിട്ടുകയുള്ളൂ എന്നത് മാത്രമാണ് പലരെയും നയിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഓരോ വിഷയം മുന്നോട്ട് വെച്ചപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ഇതേപോലുള്ള എതിർപ്പുകൾ സമൂഹത്തിൽ നിന്നുണ്ടായി തീർന്നിട്ടുണ്ട്. സത്യമല്ലേ സഹോദരങ്ങളെ? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഴിച്ചു മൂടപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ച സ്വാതന്ത്ര്യം, ആരാധനാലയത്തിന്റെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണം, അവർക്ക് ആരാധനകൾ നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം, വിജ്ഞാനത്തിന്റെ മധുനുകരാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളെ പൊതുസ്ഥലത്തേക്ക് വലിച്ചു വെക്കുന്നവർ എന്ന് അധിക്ഷേപിച്ച ആളുകൾ പള്ളികളിൽ നടക്കുന്ന കൂത്താട്ടങ്ങളിൽ, റസൂലുള്ള പഠിപ്പിച്ചതിന് വിരുദ്ധമായി നടക്കുന്ന ശിർക്കിന്റെ ആഘോഷങ്ങളിൽ നട്ടപ്പാതിര നേരത്ത് പോലും തിങ്ങി നിറഞ്ഞ പുരുഷാരവങ്ങൾക്കിടയിലൂടെ സ്ത്രീകളെ കൊണ്ടുപോകാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അതിന് ഫത്വ നൽകാൻ ഇവർക്ക് മടിയില്ല. മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട്
സ്ത്രീ സമൂഹത്തിന് വിജ്ഞാനത്തിന്റെ മധുനുകരാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചപ്പോൾ സമൂഹം ഉത്ബുദ്ധമായപ്പോൾ ഇവർക്ക് അനുവദിക്കേണ്ടി വന്നു, പള്ളിക്കൂടങ്ങൾ തുറക്കേണ്ടി വന്നു. കാലത്തിനനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്ത് മുന്നോട്ട് വെച്ചിരുന്ന പല വാദങ്ങളെയും മാറ്റി തിരുത്തേണ്ടി വന്നു. ഇത് തന്നെയല്ലേ ഖുർആനിന്റെ കാര്യത്തിലും സംഭവിച്ചത്? ഖുർആൻ ക്ലാസ്സിലാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ ധൂമിത വലയത്തിലകപ്പെട്ട കേരള മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ സുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയപ്പോ ഖുർആനെ ക്ലാസ്സിലാക്കുകയാണ് എന്ന് വിമർശിച്ച ആളുകൾ കണ്ടില്ല സഹോദരങ്ങളെ. ഇപ്പോ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഖുർആൻ പഠന സംവിധാനം, അതിന്റെ സംസ്ഥാനതല സംഗമം അരേവട്ടത്ത് പാലത്തിന് സമീപം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്ലാസ്, ഖുർആനിനെ ക്ലാസ്സിലാക്കിയവർ എന്ന് വിമർശിച്ചവർ ഇന്ന് ഖുർആൻ ക്ലാസിന്റെ എണ്ണവും വണ്ണവും പറഞ്ഞുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തോടുള്ള അതിന്റെ കണിശതയും കൃത്യതയുടെ പേരിൽ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഇന്നിന്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം വയറിനോട് മാത്രമാണ് അവർക്ക് പ്രതിപത്തിയുള്ളത്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ആയത്തുകളെ മറച്ചു വെക്കുന്നിടത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്ത് യാതൊരു മടിയുമില്ലാത്തവർ 27-ാം രാവിൽ മരണപ്പെട്ടു പോയ ഉപ്പമാർക്കും വല്ലുപ്പമാർക്കും ദുആ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി സൂറത്ത് യാസീൻ ഓതിയാൽ 50ഉം 100ഉം കൈമടക്ക് വാങ്ങുന്ന സമുദായത്തിലെ മുസ്ലിയാക്കളായ ആളുകൾ. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന വചനം, മൻ ഖറഅൽ ഖുർആന അയതഅക്കല ബിഹിന്നാസ് ജാഅ യൗമൽ ഖിയാമ വവജ്ഹു അളമുൻ ലൈസ അലൈഹി ലഹ്മുൻ. ജനങ്ങളോട് വല്ലതും വാങ്ങി തിന്നാൻ വേണ്ടി ആരെങ്കിലും ഖുർആൻ ഓതിയാൽ മുഖത്ത് മാംസമില്ലാതെ വെറും അസ്ഥി മാത്രമായിട്ടാണ് അവനെ ഹാജരാക്കുക എന്ന റസൂലുള്ളാഹിയുടെ താക്കീത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ പലർക്കും പ്രയാസമുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ ദിവസം എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിബുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഴ്തികാഫിരുന്നു. ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജല്ല, റസൂലിന്റെ മരണം സംഭവിക്കുന്നവരേക്കും. പിന്നീട് റസൂലിന്റെ മരണശേഷവും റസൂലിന്റെ ഭാര്യമാർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നു. മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇദാ ദഖലൽ അശ്ർ അഹ്യൽ ലൈൽ വയഖല അഹ്ലഹു വജദ്ദ വശദ്ദൽ മിഅ്സർ എന്നാണ്. റസൂലുള്ളാഹി കുടുംബത്തെ വിളിച്ചുണർത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ രാത്രിയെ സജീവമാക്കി തീർത്തു, അരമുറുക്കി ഉടുത്തു എന്നാണ്. പള്ളിയിലേക്ക് ക്ഷണിച്ചു റസൂലുള്ളാഹി. പള്ളിയിൽ ചടഞ്ഞിരിക്കാൻ ആവശ്യപ്പെട്ടു. ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പള്ളിയിലേക്ക് ക്ഷണിച്ചു. ഇന്നിവിടെ ഇതാ മൗലാനമാർ വിളിക്കുന്നു, പള്ളിയിലേക്കല്ല മലപ്പുറത്തേക്ക് വിളിക്കുന്നു, സലാത്ത് നഗറിലേക്ക് വിളിക്കുന്നു. റമളാനിലെ പുണ്യമായ രാത്രിയിൽ റസൂലുള്ളാഹി വിളിച്ചത് പള്ളിയിലേക്കാണെങ്കിൽ, ഇത്തികാഫ് ഇരിക്കാനാണെങ്കിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാനാണെങ്കിൽ 20ഓ 30ഓ വരുന്ന കൗണ്ടറുകൾ ഏർപ്പെടുത്തി അവിടങ്ങളിലൊക്കെ വലിയ ബക്കറ്റുകൾ വെച്ച് സലാത്ത് ചൊല്ലി അതിലേക്ക് 100ഉം 500ഉം വീഴ്ത്തുന്ന ഈ താന്ത്രികന്മാർ സമുദായത്തെ കൊണ്ടുപോകുന്നത് എവിടേക്ക് സഹോദരങ്ങളെ? ബുദ്ധി പണയപ്പെടുത്താത്ത നിങ്ങൾ ചിന്തിക്കുക. റസൂലുള്ളാഹി എങ്ങോട്ട് വിളിച്ചോ അതിന്റെ നേരെ വിപരീതമായ കേന്ദ്രത്തിലേക്കാണ് ദീനിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കള്ളനാണയങ്ങൾ മുസ്ലിം സമൂഹത്തിൽ സമീപകാലത്ത് രംഗത്ത് വന്നിരിക്കുന്ന ഈ മനുഷ്യദൈവങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ച തമ്പുരാൻ വിശ്വാസിയോട് ആവശ്യപ്പെടുന്നത് നിനക്ക് നൽകപ്പെട്ട ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന ജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ ഗ്രന്ഥവും റസൂലിന്റെ സുന്നത്തും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി റസൂലുള്ളാഹി എങ്ങനെ പഠിപ്പിച്ചു തന്നോ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട്, സലഫുസ് സാലിഹുകൾ എങ്ങനെ വിശദീകരിച്ചു തന്നോ അതേപോലെ പകർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ ബിൽ ബാത്തിൽ. അധിക പുരോഹിതന്മാരും അധിക നേതാക്കളും ചെയ്യുന്നത് എന്താണ്? ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും പെട്ട മത നേതാക്കൾ ചെയ്തത് എന്താണ്? ജനങ്ങളുടെ സ്വത്ത് അന്യായമായി ഭുജിച്ചതാണ്. അതിന്റെ പകർപ്പുകൾ കള്ളനാണയങ്ങളാണ് മുസ്ലിം സമൂഹത്തിലേക്കും കടന്നു വന്നിട്ടുള്ളത്. അവരാണ് സമുദായത്തിലെ നോമ്പിന്റെ പേരിൽ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നത്. അവരാണ് സമുദായത്തെ പെരുന്നാളിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നത്. അവരാണ് സമുദായത്തെ പള്ളിയിലേക്ക് പോകുന്നതിന് പകരം കട്ടപ്പാടങ്ങളിലേക്ക്, മൈതാനികളിലേക്ക് പരിശുദ്ധ റമളാനിൽ സമുദായത്തെ വിളിച്ചു കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയിട്ടുള്ള, പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള സിദ്ധികളും കഴിവുകളും റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രന്ഥത്തെയും പ്രവാചകന്റെ ചര്യയും മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാവുക.
മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരോടും വിരോധമില്ല. രോഗം ബാധിച്ച ഒരു കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്ന മാതാവ്, ആ കുഞ്ഞൊരു പക്ഷേ മാതാവ് നൽകുന്ന മരുന്നിന് കയ്പുണ്ട് എന്നതുകൊണ്ട് മാതാവിന്റെ നെഞ്ചിൽ ചവിട്ടി എന്ന് വരാം, മുഖത്തേക്ക് തുപ്പി എന്ന് വരാം, തൊഴിച്ചു എന്ന് വരാം. പക്ഷേ ഉമ്മക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട് എന്നതുകൊണ്ട് തന്റെ മുഖത്തേക്ക് തുപ്പുന്ന, തന്നെ ചവിട്ടുന്ന കുഞ്ഞിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചുകൊണ്ട് ആ മാതാവ് കുഞ്ഞിന്റെ വായിലേക്ക് വെള്ളം മരുന്നൊഴിച്ചു കൊടുക്കുന്നു. ഇതേപോലെ ഈ സമുദായം എന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ ആട്ടുകയും തുപ്പുകയും കൂക്കി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമുദായമാകുന്ന കുഞ്ഞിന്റെ രോഗം സുഖപ്പെടണം, ഈ കുഞ്ഞിന്റെ രോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സ നടക്കണം എന്നതുകൊണ്ടാണ് റമളാനിലെ ഈ പുണ്യമായ രാവിൽ പോലും മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെയുള്ള തുറന്ന നേർക്ക് നേരെയുള്ള ജനങ്ങളുടെ മുമ്പിലേക്കുള്ള സംവാദങ്ങളുമായി ആദർശ പ്രബോധനവുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ ബക്കറ്റില്ല, ക്യാഷ് കൗണ്ടർ ഇല്ല, മുണ്ട് വിരിച്ചിട്ടില്ല, മറിച്ച് ആദർശത്തോട് ദീനിനോടുള്ള പ്രതിബദ്ധത മാത്രം, അതാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള പാട്ടപ്പിരിവുകൾ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. കാരണം സാമ്പത്തികമായ താല്പര്യങ്ങളല്ല. കണ്ടതാണല്ലോ നമ്മൾ, മേൽമുറിയിലെ സലാത്ത് നഗറിൽ നമ്മൾ കണ്ടതാണ്. ആ മണ്ണ് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോ എന്താ ബഹുമാന്യനായ നേതാവ് ചെയ്തത്? സഹോദരങ്ങളെ, ഈ മണ്ണ് അടുത്ത കൊല്ലം നമുക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോകും. പരിഹാരം ഒന്ന് മാത്രം, നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ സ്വന്തമാക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ സ്വന്തമാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന അത്രയും സ്ക്വയർ ഫീറ്റ് വാങ്ങാനുള്ള പണം ഈ ബക്കറ്റിൽ നിങ്ങൾ ഇടുക. അതല്ലേ സഹോദരങ്ങളെ സംഭവിച്ചത്? ഈ വിധത്തിൽ സമുദായത്തെ വിറ്റ് കാശാക്കുന്ന ആളുകളാണ് പരിശുദ്ധമായ നോമ്പിന്റെ കാര്യത്തിലും പരിശുദ്ധമായ റമളാനിന്റെ കാര്യത്തിലും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കലണ്ടർ നോക്കി ബാങ്ക് വിളിക്കുന്നവർ, കലണ്ടർ നോക്കിക്കൊണ്ട് അത്താഴം കഴിക്കുന്ന ആളുകൾ, ഇവർക്ക് ഈ വിഷയത്തിൽ മാത്രം കണക്കംഗീകരിച്ചുകൂടാ എന്ന് പറയുന്നതിന്റെ ന്യായം എന്ത് സഹോദരങ്ങളെ? ഒരു ദിവസം നഷ്ടപ്പെടുത്തിയത് ഷഅബാനിലെ, ആ നഷ്ടപ്പെടുത്തിയ ഒരു ദിവസം എവിടെ സഹോദരങ്ങളെ? ഈ നേതാക്കൾ ചിന്തിക്കുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇതിനുള്ള മറുപടികൾ നൽകേണ്ടതുണ്ട്. അവരുടെ ബാധ്യതയാണത് എന്ന് മാത്രം വിനയത്തിന്റെ ഭാഷയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കാൻ, ആ സത്യം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈമാനോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അവസാനം മരണാനന്തര ലോകത്ത് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം നേടിയെടുക്കാനും കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഈമാനും തഖ്വയും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും ഈമാനോടും തഖ്വയോടും കൂടി നേരിടാനുള്ള ഹിദായത്തും തൗഫീക്കും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് എല്ലാ സൽക്കർമ്മങ്ങളും നാഥ നീ സ്വീകരിക്കണമേ. സത്യം കൃത്യമായി മനസ്സിലാക്കാനും അത് പ്രബോധനം ചെയ്യാനും നീ ഞങ്ങൾക്ക് ഹിദായത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പ്രകടനത്തിന് വേണ്ടി ISMന്റെ സിറ്റി മണ്ഡലം സെക്രട്ടറി PC ജംഷീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇന്ന് ഇവിടെ ഈ മാസപ്പിറവി വിശദീകരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച AP അബ്ദുൽ ഖാദർ മൗലവിക്കും KNM പ്രസിഡന്റ് TP അബ്ദുൽ വക്കായ മദനിക്കും ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിച്ച മൗലവി സുഹൈർ ചുങ്കത്തരക്കും അതേപോലെ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ അവർകൾക്കും ഈ സത്യം മനസ്സിലാക്കാൻ ഇവിടെ എത്തിയ എല്ലാ ജനങ്ങൾക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.